നമസ്കാരം. ഔ ടി വി 24/7 ഞാനും എൻ്റെ കലയിലും അതിഥിയായി കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ മാടായിയാണ്. മൻസൂർ ഇക്ക നമസ്കാരം. നമസ്കാരം. ഈ പ്രവാസ ജീവിതത്തിൽ ഇപ്പം അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ്. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരാളെ നമ്മുടെ അടുത്തേക്ക് എത്തിയതിൽ. എത്ര വർഷമായി ഈ സംഗീതവുമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട്? സംഗീതവുമായിട്ട് ഏകദേശം ഞാൻ 6ാം ക്ലാസ് മുതൽ സ്കൂൾ 6ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, പാട്ടുകൾ പാടും. പാടും. എവിടെയാണ്, നാട്ടിൽ എവിടെയാണ്? ശരി, കണ്ണൂരാണ്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴേ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ പാടുകയും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് കുഴപ്പമില്ലാത്ത നല്ല സപ്പോർട്ടായിരുന്നു. ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്? ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടുകൾ കേട്ടിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അപ്പം മാപ്പിളപ്പാട്ടിൽ തന്നെ 2 ലൈൻ പാട്ട് പാടി നമുക്ക് ആ പാട്ടിലൂടെ പോവാം. ഓക്കെ. ഞാൻ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ആലപിച്ച ഒരു ഗാനം എന്ന് പറയുന്നത് നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ഭക്തിഗാനം. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ, എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. സൂപ്പർ. പിന്നെ ഈ ഒരു പാട്ടിന് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണോ? ആ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അതായിട്ട് പോകുമ്പോഴും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമാണ്, സ്കൂളിൽ കഴിഞ്ഞ് അടുത്ത ഒരു മൈൽ സ്റ്റോണിലോട്ട് എത്തുമ്പോൾ അവിടെയും പാട്ടുകൾ തന്നെയാണല്ലോ അപ്പം അപ്പോഴ് ഏതായിരിക്കും കൂടുതൽ? നമ്മളിങ്ങനെ പഴയ സ്റ്റേജ് ഷോയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ കല്യാണപ്പാട്ടുകൾ അങ്ങനെയുള്ള, ഇപ്പം നമ്മുടെ പീർക്കയുടെ അഴകേറുന്നോളേവ കാഞ്ചനമാല്യം ചൂടിക്കാൻ സുന്ദര രൂപന മഹമൂദിൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ സ്കൂൾ കാലഘട്ടത്തിൽ കൂടുതലും മാപ്പിളപ്പാട്ടുകളിലൂടെ തന്നെയാണ് പോയത്. ഇപ്പൊ പാടിയ പാട്ടിനൊക്കെ എന്നെക്കാൾ പ്രായമുണ്ട് കേട്ടോ. അത് ശരി. ഒരു 1974. അത്രയും പ്രായമുള്ളൊരു പാട്ടാണ്. നമ്മൾ ഈ റെക്കോർഡ് പ്ലെയർ ഒക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള. അപ്പൊ ഈ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോഴും അതിന്റെ കുറച്ച് ഹിസ്റ്ററി ബാബുക്കയുടെ പാട്ടുകൾ ഇഷ്ടമാണ്, പാടാറുണ്ട്. അടുത്ത മറ്റൊരു പാട്ടിലേക്ക് പോയതായിരിക്കും? മറ്റൊരു പാട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതേപോലെ തന്നെ നമുക്ക് മാപ്പിളപ്പാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എറഞ്ഞോളി മൂസക്ക. മൂസക്കയുടെ നല്ലൊരു പ്രണയഗാനമുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി. ആ രാജാത്തിയിൽ തന്നെ ഒരു തീർച്ചയായിട്ടും. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ ആയ പാട്ടുകളാണ് അതെല്ലാം. ഇതൊക്കെ ഇന്നും ഹിറ്റാണല്ലോ. അതെ, ഇന്ന് ഒരു സ്റ്റേജ് ഷോകളിൽ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ അവര് ഉണ്ടാക്കി വെച്ച സോങ് തന്നെയാണല്ലോ ഇപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പൊ ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ആവശ്യപ്പെടുന്നത് പഴയ സോങ്സാണ്. അതിൽ കുറച്ച് എന്താണ് ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിൽ അർത്ഥങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതിലൂടെ തന്നെ ആൾക്കാർക്ക് വീണ്ടും താല്പര്യം വരും, അതിനെ തന്നെ കേൾക്കണമെന്ന് തോന്നും. ഇന്ന് സംഗീതത്തോട് ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, ഇന്ന് ബിസിനസ്സാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ അവിടെ സ്റ്റേജ് ഷോകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഏത് വർഷമാണ് പ്രവാസത്തിലേക്ക് ജമ്പ് ചെയ്യുന്നത്? ഞാൻ 2007 പ്രവാസിയായിട്ട് വരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സന്ദർശക വിഷയിൽ വന്നാണ്. അവിടെ അതായത് ഈ റംസാനൊക്കെ ആകുമ്പോൾ നാട്ടില് ഓഫ് സീസൺ ആണല്ലോ, വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ജസ്റ്റ് വന്നാണ്, പിന്നെ അങ്ങനെ ഇവിടെ കൂടി. ശരി, അതാണ് പ്രവാസത്തിന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട്. അതെ, അത് പറഞ്ഞിട്ട് ഇപ്പൊ വേദികൾ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാല് വൈബുള്ള പാട്ട് ഇതുപോലെ. അപ്പം അങ്ങനെയുള്ള ഇപ്പം പിന്നെ അങ്ങനെയുള്ള കുറെ പാട്ടുകൾ, അതും ഈ പോലെ തന്നെ പഴയ പാട്ടുകൾ തന്നെയാണ്. അന്ന് നമുക്ക് പാടിയാലോ? വൈബ് വരുമെന്നറിയില്ല, എന്നാലും നോക്കാം. ആകെ ചുറ്റുലകത്തില് വെത്തനകത്തിരു കത്തനമൈത്തിരു വിത്തരുമത്തിരു മുത്തുന വീയുന്ന
ജന്മദിനൂർ മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കൊളി മുക്കിയ ചിക്കനകർക്കതി മുത്ത് ഹബീബുള്ള. സൂപ്പർ. അതേപോലത്തെ ഒരു പഴയ അപ്പം ഇത് ഈ ഓരോ പാട്ടുകളിലും ശരിക്കും പറഞ്ഞാൽ കൂടുതലും മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് ആ ഒരു 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 ഇത് നിലനിർത്തുന്നത്. പിന്നെ എന്നാൽ അത്യാവശ്യം തന്നെ സിനിമാ പാട്ടുകളും ചെയ്യുന്നുണ്ടല്ലോ. സിനിമാ പാട്ട്, ഹിന്ദി, മലയാളം, അങ്ങനെ അതൊക്കെ പഴയതാണ്. അതെ, അതിലൊരു ഹിന്ദി പാട്ട് പാടിയാലോ? ഹിന്ദി പാട്ട് നമുക്കിപ്പം നമുക്ക് കുമാർ സാനുവിൻ്റെ സാറിൻ്റെ ഒരു 4 വരി. मैं दुनिया बुला दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी चाहत में, वो दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में. സൂപ്പർ സൂപ്പർ. അതായത് ഹിന്ദി പാട്ടുകൾ പലപ്പോഴും ഏറ്റവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 90 ഞാനൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ കേട്ട് തുടങ്ങിയത് തുടങ്ങിയ പാട്ടാണ്. അപ്പൊ നമുക്ക് ഇന്നും അത് ലൈഫ് ഉണ്ടെന്നാണ്. അതെ മിക്കവാറും പഴയ പാട്ടുകളെല്ലാം നല്ല ലൈഫായിട്ട് തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് എന്നുള്ളത്. ഈ ഓരോ സ്റ്റേജ് ഷോയിലും ശരിക്കും ഡിമാൻഡിങ് സോങ്സ് പറയാറുണ്ടല്ലോ. അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അത് നമ്മളിപ്പം പ്രേക്ഷകർ ചിലപ്പോൾ പലതരത്തിലായിരിക്കും. ചില ഇപ്പം ചിലത് കല്യാണ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതലും ഈ മാപ്പിളപ്പാട്ട്, ഒപ്പനപ്പാട്ട്, അതല്ലെങ്കിൽ ഹിന്ദി, അടിച്ചുപൊളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ കൂടുതലിങ്ങനെ എനിക്ക് തോന്നുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ വൈബ് കൂടുതലും. കാരണം മലബാർ ആ ഒരു മലബാർ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ ഒരു ഫംഗ്ഷൻ ഒരു ഹിന്ദു മാരേജ് ആയിരുന്നു. ഞാൻ സ്റ്റേജ് കയറി ചോദിച്ചു, ഞാനിപ്പോൾ ഏതാ പാട്, മലയാളം പോകണോ അല്ല ഹിന്ദി പോകണോ, മാപ്പിളപ്പാട്ട് മതിക്കാം. അങ്ങനെ അവർ ആവശ്യപ്പെട്ട ഗാനം, കാടക്കണ്ണിൻ മുന കൊണ്ടെന്നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എൻ്റെ പിടിക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. സൂപ്പർ. 2 പ്രാവശ്യം പഠിച്ചു. അപ്പം ഇപ്പം ഇവിടെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു കൾച്ചർ വെച്ചിട്ട് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യനോ അങ്ങനെയൊന്നും. കാരണം ഈ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും പരസ്പരം കാണുന്നത്. ശരിയായിരിക്കാം, ഒരു ചെറിയ ശതമാനം എവിടെയെങ്കിലുമൊക്കെ ഈ തീപ്പൊരികളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. നമ്മൾ അരി മേടിച്ചാൽ അതിൽ കല്ലില്ലേ, അതെ, അത് നമ്മളൊക്കെ പെറുക്കി കളയാം, അത്രേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു ഇതാണ്. അരി മേടിച്ചുകൊണ്ട് അതിനെന്തായാലും കല്ലുണ്ടാവും. അത് കല്ല് പെറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചോറ് വെക്കുള്ളൂ, അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഈ പ്രവാസത്തിൽ ഇപ്പം ഒരുപാട് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സ്റ്റേജ് ഷോ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നണം, എന്താണ് എനിക്ക് അടുത്തതിൽ എങ്ങനെ ആകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും? ഞാൻ അധികം ഈ റെപ്യൂട്ടേഷൻ പരമാവധി ഒഴിവാക്കാൻ നോക്കും. അങ്ങനെ പഠിച്ച് ഇപ്പം ഏകദേശം ഒരു 500 പാട്ടോളം സ്വായത്തമായി കഴിഞ്ഞു. അടുത്ത് പക്ഷെ എന്നാലും പിന്നെ അവരാവശ്യപ്പെടുന്നത് വീണ്ടും പഴയതായിരിക്കും. അതെ, അത് നല്ല ഇഷ്ടപ്പെടുന്നത്. ഈ അടുത്ത് W ഹോട്ടലിൽ ഒരു ബോംബെക്കാരുടെ കല്യാണം, അപ്പൊ അവരെന്നോട് വിളിച്ച് ഇങ്ങനെ ഉദിത് നാരായണൻ്റെ പാട്ടോട് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ आए हो मेरी जिंदगी में तुम बहार बन के, आए हो मेरी जिंदगी में तुम बहार बन के, मेरे दिल में यूं ही रहना होए, मेरे दिल में यूं ही रहना तुम प्यार प्यार बन के, आए हो मेरी जिंदगी में तुम बहार बन के. നല്ല പാട്ടാണ്, നല്ല ഡെപ്തുള്ള പാട്ട്. ഒരു ചോദ്യം, എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അതൊരു ഒരു പ്രണയിക്കാത്ത ആരും കാണുന്നില്ല, ആരും ഉണ്ടാവില്ല. ഉണ്ട് പ്രണയം, പാട്ടുകളിലൊക്കെ നല്ല പ്രണയമുണ്ട്. അത് പണ്ട് പറഞ്ഞാൽ നമ്മൾ പ്രേമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇന്നങ്ങനെയല്ലല്ലോ, ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലൊക്കെ. മുമ്പൊക്കെ നമുക്ക് ഒരു പെണ്ണിനോട് ഒരു ഹായ് പറയണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ? സ്കൂൾ കാലഘട്ടത്തിൽ അത് വേറൊരു ഇതാണ്. ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു.
പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മോസ്റ്റ് മോഡേൺ, നമുക്ക് എങ്ങനെയാകാം. ഓപ്പൺ മാർക്കറ്റ്. അതെ, ലൈഫ് അങ്ങനെയാണ്. അതെ അതെ. ഓക്കെ. അപ്പം ഈ ഓരോ ഇതിലും നല്ല നല്ല കുറേ പാട്ടുകളാണ് വരുന്നത്. അത് എത്രയോ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര ആൽബമാണെന്ന് ഓർമ്മയുണ്ടോ? ആൽബമായിട്ട് അത് കൂടുതലും ഇതേപോലത്തെ സോങ്സ് എടുത്ത് പാടിയിട്ട് ചെയ്തെന്നുള്ളൂ. ആ പിന്നെ പുതിയ 1-2 ആൽബങ്ങൾ ഇങ്ങനെ പണിപ്പുരയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ചെയ്തതൊക്കെ നമ്മുടെ റീക്രിയേറ്റഡ് ആൽബംസ് ആയിരുന്നു. മറ്റ് ഇതിലുള്ള പാട്ടുകൾ ആ പാട്ടുകൾ നശിപ്പിച്ചിട്ടില്ല. അതിന് നമ്മുടേതായ ശൈലിയിൽ ഇത് ചെയ്തു. ഓക്കെ. അപ്പം ഇനി അടുത്ത് വരാൻ പോകുന്ന ഷോസ് ഏതൊക്കെയാണ്? 13-ാം തീയതി നമ്മുടെ നസീർ പെരുമ്പാവൂർ, നമ്മുടെ നവാസ് മാനന്തവാടി, ഒരു ലേഡീസ് ഗ്രൂപ്പാണ്. അവരുടെ ഒരു എനിക്ക് തോന്നുന്നു 2500ഓളം മെമ്പേഴ്സ് നസീർ സുഹൃത്ത് സമിതിയായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നത്. ജഗദീഷാണ് അതിന്റെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അതെ അതെ. പിന്നെ നമ്മുടെ ഫാസിൽ ബഷീർ മെന്റലിസ്റ്റ്, അതെ, ഉള്ള ടീമൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു പരിപാടി. അത് ജൂലൈ 13-ാം തീയതി തീർച്ചയായും ഇന്ത്യൻ ഇസ്ലാം സെന്റർ അബുദാബി. കറക്റ്റ് ആണ്. അതൊരു വേറിട്ടൊരു ഷോ തന്നെ ആയിരിക്കും. കാരണം പിന്നെ വൈകിട്ട് 4:30 ആകുമ്പോൾ തന്നെ ഓപ്പൺ ആണ്. അതെ, അത് മുതൽ പിന്നെ 11:30 വരെ പ്രോഗ്രാമാണ്. മെഗാ ഷോ ആണ്. ബോറടിപ്പിക്കാത്തൊരു മെന്റലിസം വരുന്നുണ്ട് 2 മണിക്കൂർ. ഫാസിൽ ബഷീറിന്റെ അതൊരു ആൾക്കാർക്ക് ഒരു പക്ഷേ അബുദാബിക്കാർക്കൊരു പുതിയ അനുഭവമായിരിക്കും അല്ലേ? ഏതായാലും നല്ലൊരു കൺസെപ്റ്റാണ് നമ്മൾ. ഗംഭീര പരിപാടി. ഓക്കെ. പിന്നെ അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജ് ഷോയും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവാണ്. ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്യുന്നത്. പിന്നെ റിസൈൻ ചെയ്തപ്പോൾ സ്വന്തം പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. അതെ. അപ്പം ചിലപ്പോൾ നമുക്കിപ്പം ഖത്തറിലോ അല്ലെങ്കിൽ ഒമാനിലൊക്കെ ഷോ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഒരാളെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സാങ്കേതികമായ പ്രശ്നമാണ്. കാരണം ശരിയാണ്, നമുക്ക് അത്ര ഫ്രീഡം ആയിട്ട് പോകാൻ കഴിയില്ല. ഓൺ ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് കലാകാരനാകുമ്പോൾ കലാകാരന് ശരിക്കും ബാരിയറുകൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് കലാകാരന്മാർ. അവർക്ക് പറന്ന് നടക്കണം, സ്വതന്ത്രമായി പോകണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും സ്വന്തമായി ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം അത്രേ ഉള്ളൂ. എല്ലാവരും അമിതമായിട്ട് സമ്പാദിക്കണമെന്നോ ഒന്നുമില്ല. ശരിക്കും ഇപ്പോൾ സംഗീതത്തിൻ്റെ മറ്റൊരു കാലഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. മറ്റൊരു കാലഘട്ടം കടന്നു എന്ന് മറ്റു ആൾക്കാർ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സംഗീതത്തിന് ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വേടൻ ശൈലി എന്നോ റാപ്പ് ശൈലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പം ഞാനിപ്പോൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണ്ടേ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഒരു ഈ 2000, അതായത് അങ്ങനെയാണല്ലോ 2000, 2001 അങ്ങനെയാണല്ലോ നമ്മൾ വന്നത്. ഏകദേശം 2000-ന് ശേഷം എനിക്ക് തോന്നുന്നത് നല്ല പാട്ടുകളോ അല്ലെങ്കിൽ നല്ല മനുഷ്യരും നല്ല ഫുഡും നല്ല പ്രകൃതിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്. നമ്മൾക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഒരു ഏജും നമ്മൾക്ക് ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ കേൾക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ പ്രോഗ്രാം കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരു 5 മിനിറ്റിന് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. കാരണം യൂത്താണ് കംപ്ലീറ്റ്. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയായിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന എത്രയോ അല്ലേ, ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ഒരു സംഭവമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് ചിലർക്ക് അത് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അതായത് ഏജ് ഇപ്പൊ ഈ പറയും പോലെ ഒരു വൻ യൂത്താണ് പിന്നെ ആ റേഞ്ചിലോട്ട് അവരുടെ ഒരു എന്താണ് ലൈഫ് എൻജോയ് ചെയ്യാൻ നിൽക്കുന്നത്. അല്ല, ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പ്രകൃതിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും തോണ്ടി വാട്സപ്പ് എപ്പോഴായിരുന്നാലും സോഷ്യൽ മീഡിയക്കകത്താണ്. അയൽപക്കത്ത് താമസിക്കുന്ന ആരാധന പോലും അറിയില്ല, ഐഡന്റിറ്റി പോലും ആർക്കും അറിയില്ല. കാലഘട്ടത്തിന്റെ മാറ്റം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും ആരും കുറ്റപ്പെടുത്താനും പറ്റില്ല. ഓക്കെ ഓക്കെ, അല്ലേ? അതെ അതെ അതെ, കറക്റ്റാണ്. വളരെ വസ്തുനിഷ്ഠമായ ഓപ്പൺ ആയിട്ടുള്ള താങ്കളുടെ അഭിപ്രായം, ഒരു കാഴ്ചപ്പാടില് തീർച്ചയായിട്ടും. എനിക്കിപ്പം ഇതൊക്കെ മറച്ചു വെച്ച് വേടം സൂപ്പറാണ് അല്ലെങ്കിൽ ദപ്സി സൂപ്പറാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ നമ്മള്. അതെ, ഡാപ്സി ആയിരുന്നു കടന്നു വന്നത്, അത് കഴിഞ്ഞപ്പോൾ വേടനായി. പിന്നെ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ അവര് പിന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർ. അതാണ് അതെ. അവരെ പ്രോഗ്രാമിന് അവരെത്തിയില്ലെങ്കിൽ ആ വന്ന ജനം അവിടെ വയലന്റ് ആവുകയാണ്. അടുത്ത സമയത്ത് കണ്ടതാണ്. അവരെ ജനങ്ങളെ സ്റ്റേജിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതൊരു കാരണം ആൾക്കാർക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാട്ട് കേൾക്കണ നമ്മൾ ഗാനമേളക്ക് പോകും.
അതെ അതെ. പിന്നെ CD വന്നു, പിന്നെ മൊബൈൽ വന്നു, അപ്പൊ കുറെ ആൾക്കാർ അകന്നു പോയി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർ ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരുപാട് പേര് അത് കാണാനും ആസ്വദിക്കാനും വേണ്ടി എത്ര ദൂരം നിന്ന് വേണമെങ്കിലും അവരുള്ള ഒരു മേഖലയിലോട്ട് ഓടി എത്തുന്നുണ്ട്. അത് കറക്റ്റാ. ശരിക്കും ഈ ഈ ഈ ഒരു കാലഘട്ടം കടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മുടെ അവസരങ്ങൾ ഒരുപക്ഷെ അവര് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു ഇതാണ് തോന്നുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. അത് വേറൊരു ക്വാളിറ്റി, നമ്മൾ പാടുന്നത് വേറൊരു ക്വാളിറ്റി. അപ്പം നമ്മൾക്കുള്ള കൂടുതലുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40-45 മുകളിലുള്ള ഏജിലുള്ള ആൾക്കാർ. അവർ സ്വസ്ഥമായിട്ടിരുന്ന് നല്ല രീതിയിൽ ആസ്വദിച്ച് കേട്ടു. ചിലപ്പോൾ പറയും ഇന്നൊരു പാട്ട് പാടിത്തരും, പഴയ കൂടുതലും ആ സോങ് പാടിത്തരും. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ എത്ര ഷോ ചെയ്തു, അതെ അതെ അതെ. പലരും ആവശ്യപ്പെടുന്ന സോങ്സ് എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകൾ മാത്രമാണ്. അല്ല, അങ്ങനെ ആരും ആവശ്യപ്പെടുന്നില്ല നമുക്കിങ്ങനെ ഇന്ന സോങ് വേണം, ഈ പുതിയ പടത്തിൽ ആ സോങ് ഒന്നും ചില ആൾക്കാർ ചോദിക്കും. അല്ലാതെ എനിക്ക് കാരണം അവര് സംഗീതം ആസ്വദിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നതാണ്. അതിനാണല്ലോ സംഗീതം എന്ന് പറയും. പിന്നെ അതിൽ നമ്മുടെ ഷോകളിൽ ഒരു പക്ഷേ വൈൻഡപ്പില് തുള്ളിച്ചാട്ടം ബഹളമുണ്ട്. അത് ലാസ്റ്റ് അത് എല്ലാവരും കൂടെ സ്റ്റാർട്ടിങ് മുതലേ അങ്ങനെയല്ല. കാരണം പല ഏജിലുള്ള ആൾക്കാരും വന്നിരിക്കും. അവർക്കൊന്നും ഈ റാപ്പ് മ്യൂസിക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഈ ഹൈ ഡെൻസിറ്റി സൗണ്ട് കൂടുതൽ പറഞ്ഞാൽ തന്ത വൈബ് എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ആരെങ്കിലും ഉപദേശിച്ച് പറയാം തന്ത വൈബാണെന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ ഇയാളെന്ത് മലയാളം പാട്ടൊന്നും പാടൂലേ? അപ്പൊ നമുക്ക് മലയാളം പാട്ടിലോട്ട് പോയാലോ? മലയാളം പാട്ടും ഇതുപോലെ നമുക്ക് പഴയ പാട്ട് തന്നെയാണ്. പുതിയതുണ്ട്, എന്നാലും പഴയത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. അപ്പോൾ ഈ മലയാളം പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ പഴമയുടെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഒരു പഴയ പാട്ടാണ്. എന്നാൽ നല്ല ക്ലാസ് ആയിട്ടുള്ള പാട്ടുകളുമുണ്ട്. ഈ പാട്ടുകളിൽ നിന്ന് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ഏതെങ്കിലും പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മലയാളം സെലക്ട് ചെയ്യുക? മോഡേൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പം ചില വേദികളിൽ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നനച്ചിരിപ്പുണ്ടേ. സൂപ്പർ. ഏതായാലും ഈ പാട്ടുകൾ മലയാളമായിരുന്നാലും പിന്നെ ഹിന്ദിയായി, പിന്നെ മാപ്പിളപ്പാട്ടായി, ഹിന്ദിയിൽ തന്നെ വേറൊരു സ്റ്റേജ് ഷോയിലൊക്കെ വളരെ ഇതായിട്ട് പാടുന്ന പാട്ടുകളുണ്ടല്ലോ. അതിലൊരു പാട്ടിലേക്ക് പോയാലോ? ധീരെ ധീരെ സേ മേരി ജിന്ദഗി മേ ആനാ, ധീരെ ധീരെ സേ ദിൽ കോ ചുരാനാ, തുംസേ പ്യാർ ഹമേ ഹൈ കിത്നാ ജാനെ ജാനാ, തുംസേ മിൽക്കർ തുംകോ ഹൈ ബതാനാ. അത് ഞാൻ നമ്മുടെ ഡെൽഫിൻ ജോർജ് ഒരുപാട് വേദികളിൽ പാടിയതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പോൾ കാണുന്നവർക്ക് മറ്റൊരു ആഗ്രഹം ഉണ്ടാവും. മൻസൂറിന് ഇപ്പോൾ മൻസൂറിൻ്റെ ഒരു പാട്ട് ഒരു സ്റ്റേജ് ഷോയിൽ ഉൾപ്പെടുത്തണം, മൻസൂർ കൂടെ ആ സ്റ്റേജ് ഷോയിൽ വേണം എന്നുണ്ടെങ്കിൽ മൻസൂറിനെ കോൺടാക്ട് ചെയ്യാനുള്ള എന്താണ് ആ നമ്പറോ അതല്ലെങ്കിൽ ഇമെയിൽ ഒന്ന് പറയാമോ? അതെ, എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 055-2033-007. ഒന്നുകൂടെ പറയാമോ? 055-2033-007. തീർച്ചയായിട്ടും പെർമനന്റ് ആയിട്ടുള്ള നമ്പറാണ്. അതെ, കാരണം പറഞ്ഞാൽ ഇതിപ്പം കാണുന്ന പലരും കാണുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നും മൻസൂർ പല സ്റ്റേജുകളും ചെയ്യുന്നുണ്ട്. ഞാൻ മൻസൂറിന്റെ FBയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ കാണാറുണ്ട്. എപ്പോൾ നോക്കിയാലും വൈറലായിട്ടുള്ള കുറേ ഇത് കാണുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഞാൻ മൻസൂറിനെ അന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ആ പരിചയമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പം ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ അവർക്ക് മൻസൂറിലേക്ക് എത്താനും കൂടുതൽ അവസരങ്ങളായിക്കോട്ടെ. ഓക്കെ, അപ്പൊ വലിയൊരു കാര്യമാണല്ലോ. അതെ, അപ്പൊ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയട്ടെ. നല്ല ആൽബങ്ങളും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന തലത്തിലേക്ക് പാട്ടുകളിലൂടെ അങ്ങേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.